വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവം വിധിക്കുന്നില്ല? നീ നിന്റെ എതിരാളിയോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അയാളുമായി ഒത്തുതീർപ്പിലെത്തുവാൻ ശ്രമം നടത്തുക. അല്ലെങ്കിൽ അയാൾ നിന്നെ ന്യായാധിപന്റെ അടുക്കലേക്ക് വലിച്ചിഴയ്ക്കുകയും ന്യായാധിപൻ നിന്നെ പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലിടുകയും ചെയ്യും. ഞാൻ നിന്നോട് പറയുന്നു, അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു വീട്ടാതെ നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല. ഗലീലിയക്കാരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന ചിലർ ഈശോയെ അറിയിച്ചു. അവൻ ചോദിച്ചു, ഇവയെല്ലാം സഹിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയേക്കാൾ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനസ്സാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അഥവാ സീലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ 18 പേർ എല്ലാ ജെറുസലേം നിവാസികളെയേക്കാൾ കുറ്റക്കാരായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനസ്സാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. അടുത്ത കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന 2 ദുരന്തങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അധിവസിക്കുന്ന ഈ ടെക്സാസ് സ്റ്റേറ്റിലെ ഗുഡലുപ്പെ നദിയിൽ ഉണ്ടായ ജലപ്രളയം, മേഘവിസ്ഫോടനം മൂലം അനവധി ആളുകളും കുഞ്ഞുങ്ങളും മരിക്കുവാനുണ്ടായ സംഭവം. മറ്റൊന്ന്, അഹമ്മദാബാദിലെ വിമാന അപകടമാണ് ഇന്ത്യയിൽ. ഇത് രണ്ടും ആകസ്മികമായി സംഭവിച്ചതാണ്. ഇതുപോലെ ഈശോ ജെറുസലേമിൽ ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന ശ്രോതാക്കളിൽ ചിലർ പറഞ്ഞു, പീലാത്തോസ് ഒരു വലിയ ദുരന്തമുണ്ടാക്കി. കാരണം ഗലീലയിൽ നിന്ന് തീർത്ഥാടകരായി ജെറുസലേമിലേക്ക് വന്ന ആളുകളെ ചിലർ വിപ്ലവം കാണിച്ച് അതിലൂടെ പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം പീലാത്തോസിന്റെ റോമൻ പടയാളികൾ അനവധി ആളുകളെ കൊന്നുകളഞ്ഞു. അങ്ങനെ ജെറുസലേം മലയിലെ ആ കൊലപാതകത്തിലൂടെ അങ്ങനെയുള്ള വിപ്ലവകാരികളായ ആളുകളുടെ, ഒരുപക്ഷെ ആ കൂടെ ചില നിരപരാധികളായ ആളുകളുടെയും രക്തം അവിടുത്തെ ബലിമൃഗങ്ങളുടെ രക്തത്തോടുകൂടി കലർന്ന് താഴേക്ക് ഒഴുകുവാനിടയായി. അപ്പോൾ ഈശോ പറയുന്നു, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? കാരണം അന്നത്തെ സങ്കല്പം അനുസരിച്ച് പഴയ നിയമകാലഘട്ടത്തിലെ ചിന്താഗതി ഇതാണ്: ഒരാൾക്ക് ദുരന്തമുണ്ടായാൽ അവൻ പാപം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാരുടെ കോപം കൊണ്ടാണ്. ചിലപ്പോൾ നമ്മളൊക്കെ അങ്ങനെ പറയും, അവൻ വെറുതെ അല്ല, അവനൊക്കെ ഇത്രയേറെ തിന്മ ചെയ്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. എന്നാൽ ഈ നന്മയും തിന്മയും ഒക്കെ ദുഷ്ടർക്കും നല്ലവർക്കും വരാം. ചിലരെ ദുഷ്ടന്മാർ ധാരാളം സൗഭാഗ്യങ്ങളും സമ്പത്തും എല്ലാം കൊടുക്കും. ചിലർക്ക് നല്ലവരാണെങ്കിലും അവർക്ക് ധാരാളം ദുരിതങ്ങളും പരീക്ഷകളും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈശോ അപ്പോൾ മറ്റൊന്ന് വോട്ട് ചെയ്യുകയാണ്. പീലാത്തോസ് തന്നെ ജെറുസലേമിലേക്ക് അക്വാഡക്ട് വഴി, അതായത് വേറൊരു മലയിൽ നിന്ന് വെള്ളം കൊണ്ടുവരികയാണ്. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോജക്റ്റിന് വേണ്ടി ജെറുസലേം ദേവാലയത്തിലെ ഭണ്ഡാരക്കുട്ടി കുത്തി തുറന്ന് അതിൽ പുരോഹിതന്മാർ സമ്മതിക്കാതിരുന്നതുകൊണ്ട് ആ പണം കൂടി എടുത്ത് ആ പ്രോജക്റ്റിന് വേണ്ടി ചെലവഴിക്കുന്നു. അപ്പോഴാണ് ആ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പണിയുന്ന ഒരു ഗോപുരം ഇടിഞ്ഞ് താഴെ വീഴുന്നു. അപ്പൊ അതുകൊണ്ട് ഇത് പീലാത്തോസ് ചെയ്ത കുഴപ്പം കൊണ്ടാണ്. അപ്പൊ ഈശോ ചോദിക്കുകയാണ്, അങ്ങനെ ആ ഗോപുരം ഇടിഞ്ഞു വീണ് 18 പേര് മരിച്ചു. ആ 18 പേര് മറ്റുള്ളവരെക്കാൾ കൂടുതൽ പാപികളായിട്ടാണോ? അല്ല എന്ന് ഞാൻ പറയുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പാപം ചെയ്താൽ ഇതുപോലെ നിങ്ങൾ നശിക്കും. അപ്പം അത് നമുക്കറിയാം, അത് ഈശോ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. ഇതുപോലെ തന്നെ ദുരന്തങ്ങൾ ചിലത് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുവാൻ സാധിക്കും. ഒരു വലിയ സുനാമി ഉണ്ടാകാൻ പോവുകയാണെങ്കിൽ മുൻകൂട്ടി അറിയിപ്പ് കൊടുക്കും, നിങ്ങൾ കടൽത്തീരത്ത് പോകരുത്, മീൻ പിടിക്കാൻ പോകരുത്, അല്ലെങ്കിൽ നിങ്ങൾ നശിക്കും. അല്ലെങ്കിൽ നമ്മൾ കാറിൽ കയറുമ്പോൾ പുതിയ കാറുകളിലൊക്കെ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അതിങ്ങനെ അലാം അടിച്ചുകൊണ്ടിരിക്കും. കാരണം ഈ സീറ്റ് ബെൽറ്റ് ഇട്ടോ അല്ലെങ്കിൽ അപകടം ഉണ്ടായാൽ നിനക്ക് കൂടുതൽ ദുരന്തം ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ്. അപ്പൊ അങ്ങനെ ഒരു മുന്നറിയിപ്പാണ് ഈശോ നൽകുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ നിങ്ങൾ ആ ശിലവഗോപുരം ഇടിഞ്ഞു വീണ് നശിച്ച 18 പേരെ പോലെ, അല്ലെങ്കിൽ പീലാത്തോസിന്റെ ആ കുറ്റവാളികളുടെ മേൽ നടത്തിയ കൊലപാതകം പോലെ നിങ്ങൾ നശിച്ചു പോകുവാനായിട്ട് ഇടയുണ്ട്. നമ്മുടെ കുട്ടികളോട് പറയും, നിങ്ങൾ പരീക്ഷ അടുത്ത് വരുന്നത്, നന്നായിട്ട് ഒരുങ്ങണം. നിങ്ങൾ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് ഭയപ്പെടാനില്ല, നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് വിജയം ഉണ്ടാകും. ചിലപ്പോൾ ഡോക്ടർമാർ പറയും, നിന്റെ രോഗം ഭയങ്കര പ്രശ്നമാണ്, അതുകൊണ്ട് നീ നിന്റെ മദ്യപാനം നിർത്തണം.
അല്ലെങ്കിൽ നീ ഡ്രഗ്സ് എടുക്കുന്നത് നിർത്തണം, ഇല്ലെങ്കിൽ നീ അകാലത്തിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചില രോഗികളോട് പറയും നീ ഡയബറ്റിക് പേഷ്യന്റ് ആണ്, അവിടെ നീ ഭക്ഷണം നിയന്ത്രിക്കണം, മരുന്ന് പതിവനുസരിച്ച് എടുക്കണം, എക്സർസൈസ് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ നീ അകാലത്തിൽ നിന്റെ കയ്യോ കാലോ ഒക്കെ മുറിഞ്ഞു പോയെന്ന് വരാം. അതുപോലെ തന്നെ ചിലരോട് പറയും നിനക്ക് സർജറി വേണ്ടി വരും, ഇല്ലെങ്കിൽ നിനക്ക് ആയുസ് കൂടുതൽ കിട്ടുകയില്ല. അതും അല്ലെങ്കിൽ കീമോതെറാപ്പി ചെയ്യണം, അല്ലെങ്കിൽ നീ അകാലത്തിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളാണ് തീരുമാനിക്കുന്നത് ഈ മദ്യപാനം നിർത്തണോ വേണ്ടയോ, ലഹരി നിർത്തണോ വേണ്ടയോ, അല്ലെങ്കിൽ ഡയബറ്റിക്കിന് അനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുക്കണോ, സർജറി വേണോ വേണ്ടയോ, കീമോതെറാപ്പി വേണോ വേണ്ടയോ. ഇത് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചാൽ എന്റെ മരണം ഞാൻ തന്നെ സ്വീകരിക്കുകയാണ്, അല്ലാതെ ദൈവം തരുന്ന ശിക്ഷയല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈശോ പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്കുള്ള നിത്യശിക്ഷാവിധി നിങ്ങൾ തന്നെ വാങ്ങിച്ചു വെക്കുകയാണ്, ദൈവം കൊടുക്കുന്ന ക്രൂരതയല്ല. അതാണ് ഈശോ പറയുക. അപ്പോൾ ഈശോയുടെ വരവ്, മിശിഹായുടെ വരവ് 2 പ്രാവശ്യമുണ്ട്. യഹൂദന്മാരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഒരിക്കൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ 2 വരവുണ്ടായി. ഒന്ന് വന്നു, അത് രക്ഷകനായിട്ടാണ്. അതായത് നമ്മുടെ ഈ മുന്നറിയിപ്പ് നൽകി നമ്മുടെ ആദിപാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈശോ പാടുകെട്ടുകൾ സഹിച്ച് കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു. എന്നാൽ രണ്ടാമത് വരുന്നത് രക്ഷിക്കുവാനല്ല, വിധിയാളനായിട്ടാണ്. അപ്പൊ അവിടെ വരുമ്പോൾ പിന്നെ ദാക്ഷിണ്യമൊന്നുമില്ല. കുറെ പേരെ മാലാഖമാർ വലതുവശത്ത് നിർത്തും, കുറെ പേരെ ഇടതുവശത്ത് നിർത്തും. ഇടതുവശത്ത് ഇരിക്കുന്നവർക്ക് കർശനമായ ശിക്ഷാവിധി ഉണ്ടാകും. അതുകൊണ്ട് ഈശോ പറയുകയാണ്, നിങ്ങളെ വേറെ ഉദാഹരണം പറയുകയാണ്, നിങ്ങളൊരു ന്യായാധിപന്റെ അടുക്കലേക്ക് പോവുകയാണ്, നീ കുറ്റക്കാരനുമാണ്. അപ്പൊ നിനക്കെതിരെ പരാതി കൊടുക്കുന്നവൻ അവനുമായിട്ട് നീ ലഭ്യപ്പെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം നീ ഉണ്ടാക്കുന്നില്ല എങ്കിൽ അവൻ ന്യായാധിപന്റെ അടുക്കൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ന്യായാധിപൻ നിന്നെ കുറ്റം കണ്ടെത്തിക്കൊണ്ട് പാറാവുകാരനെ ഏൽപ്പിക്കുകയും പാറാവുകാരൻ നിന്നെ തടവിലിടുകയും നീ അവസാനത്തെ ചില്ലിക്കാശ് വരെ കൊടുത്തു തീർക്കാതെ നീ അവിടെ നിന്ന് രക്ഷപ്പെടുകയില്ല. അപ്പൊ ശുദ്ധീകരണ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് പ്രൊട്ടസ്റ്റന്റുകാരും കത്തോലിക്കരും തമ്മിൽ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. കത്തോലിക്ക സഭ ഇതാണ് ഒരു ന്യായമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യം. അതായത് ഒരാള് കഠിനമായ പാപമില്ലാതെ മരിക്കുകയാണെങ്കിൽ അവന് നരകമില്ല, എന്നാൽ അവൻ നേരെ സ്വർഗത്തിൽ കയറാൻ യോഗ്യതയില്ല. കാരണം പൂർണ്ണമായിട്ടുള്ള വിശുദ്ധനായവർക്ക് മാത്രമേ സ്വർഗത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടുള്ള ഒരു തടവാണ്, ആ ഒരു കാലഘട്ടമാണ് ശുദ്ധീകരണ സ്ഥലത്ത് അവതരിപ്പിക്കുക. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അവസാനത്തെ തൊട്ടുവരെ കൊടുത്തു തീർക്കാതെ നീ അവിടെ നിന്ന് രക്ഷപ്പെടുകയില്ല. അപ്പൊ നമുക്കുള്ള ഒരു ചോദ്യം ഇതാണ്, നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ സംസാരിക്കുമ്പോൾ ഒരാൾ വേറൊരാളെ ഒരു $5000 പറ്റിച്ചു, അതിനുശേഷം അതിനുള്ള ഒരു പരിഹാരം എന്താണ്? അച്ഛനെടുത്തിട്ട് ഞാൻ ഒരാളെ $5000 പറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പാപമോചനം വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ അവന്റെ പാപം തീരുമോ? അതിനാണ് നമ്മൾ പറയുന്നത്, എന്റെ കടങ്ങളും പാപങ്ങളും കൊടുക്കണമേ. പാപം കൊടുത്തു, പക്ഷെ നിന്റെ കടം കൊടുത്തിട്ടില്ല. നിന്റെ കടം നീ കിട്ടണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ അല്ലാത്ത ശുശ്രൂഷകളിലും ഒക്കെ കർത്താവ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് കൊടുക്കണം. പാപം കൊടുത്താലും കടങ്ങൾ കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് നീ നിന്റെ ന്യായാധിപന്റെ മുമ്പാകെ ചെല്ലുന്നതിന് മുമ്പായിട്ട് നിന്റെ കടങ്ങൾ നീ വീട്ടിൽ കൊടുത്ത് നീ അതിന് പരിഹാരം ഉണ്ടാകണം. ആ കടം എന്ന് പറയുന്നത് സമ്പത്ത് മാത്രമായിരിക്കില്ല. ബൈബിളിലോട്ട് സത്യം ചെയ്ത് എന്റെ ജീവിത പങ്കാളിയുമായിട്ട് ഞാൻ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏകമനസ്സോടെ ജീവിക്കാതിരുന്ന അതൊരു വലിയ കടമാണ്. അത് കഴിഞ്ഞിട്ട് ജീവിത പങ്കാളി അകാലത്തിൽ മരിച്ചു കഴിയുമ്പോൾ പിന്നെ പറഞ്ഞ് ആ ശവത്തെ കുത്തിയിട്ടൊരു കാര്യവുമില്ല, പിന്നെ കഴിഞ്ഞിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, മാനസാന്തരപ്പെടാനുള്ള സമയം ഇതാണ്. അതായത് വൈദ്യുതി പോകാനുള്ളതല്ല. അതുകൊണ്ട് നിന്റെ മക്കളുമായിട്ട്, നിന്റെ ജീവിത പങ്കാളിയുമായിട്ട്, നിന്റെ മാതാപിതാക്കളുമായിട്ട്, നിന്റെ പാർട്ട്നേഴ്സുമായിട്ട്, നിന്റെ സഹപ്രവർത്തകരുമായിട്ട്, നിന്റെ സുപ്പീരിയേഴ്സുമായിട്ട് നിനക്ക് എന്തെങ്കിലും വിരോധമുണ്ടായെങ്കിൽ, പണക്കമുണ്ടായെങ്കിൽ അത് വലിയ കടമാണ്. ആ കടം വീട്ടാതെ നിന്റെ അതിന്റെ ചില്ലിക്കാശ് വരെ എടുത്തു തീർക്കാതെ നീ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ അർഹതയില്ല. അതുകൊണ്ട് നിന്റെ ന്യായാധിപൻ ഇതാ വരാനിരിക്കുന്നു. അത് നിന്റെ മരണമാകാം, അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനമാകാം. നിന്റെ മരണം എന്ന് പറയുന്നത് തനത് വിധിയാണ്. അതായത് നീ മരിച്ചു കഴിയുമ്പോൾ ഉടനെ ഉണ്ടാകുന്ന വിധി, അതാണ് തനത് വിധി. അല്ലെങ്കിൽ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ പിന്നെ ശുദ്ധീകരണമില്ല, ഒന്നിന് സ്വർഗ്ഗമല്ല നരകവും, അതാണ് അന്ത്യവിധി. അപ്പൊ ഇത് രണ്ടിനും നമ്മൾ വിധേയമാകും. അതുകൊണ്ട് നിങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണമായിട്ട് നോഹയുടെ ജലപ്രളയത്തിന് മുമ്പായിട്ട് ദൈവം ജനങ്ങളെല്ലാം പാപം ചെയ്തു. അപ്പൊ അതുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ മുന്നറിയിപ്പ് നൽകിയിട്ട് ആളുകൾ ആരും പശ്ചാത്തലിച്ചില്ല. അതുകൊണ്ട് നോഹ വളരെ കാലഘട്ടം കൊണ്ട് ഒരു പേടകമുണ്ടാക്കി. നോഹയുടെ കൂടെ അല്ലെങ്കിൽ നോഹയുടെ കുടുംബാംഗങ്ങളായ 8 പേര് അവിടെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ആ പേടകത്തിന്റെ വാതിലടച്ചു.
പിന്നെ ആളുകൾ ജലപ്രളയം ഉണ്ടായപ്പോൾ ലഭിച്ചു. ആ പഴയത്തിൽ കയറാൻ നോക്കിയാൽ രക്ഷയില്ല. കാരണം നോഹയ്ക്ക് പോലും തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ദൈവമാണ് അതിന്റെ വാതിൽ അടച്ചത്. അതുകൊണ്ട് ദൈവം വന്ന് നമ്മുടെ ജീവിതത്തിന്റെ വാതിലടയ്ക്കുന്ന ഒരു സമയം ആസന്നമാകാൻ പോകുന്നു. അതാണ് ഈശോ പറയുന്ന മുന്നറിയിപ്പ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ പശ്ചാത്തലിക്കണം. അങ്ങനെ പശ്ചാത്തലിച്ച ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു, നിനിവേ നിവാസികൾ. നിനിവേക്കാര് എന്ന് പറയുന്നത് അവര് അസിറിയക്കാരാണ്. അസിറിയയുടെ തലസ്ഥാനമാണ് നിനിവേ. ആ നിനിവേ നിവാസികളോട് പോയി സുവിശേഷം അറിയിക്കുവാൻ യോനാ പ്രവാചകൻ ദൈവം അയച്ചു. യോനാ പ്രവാചകൻ ഇഷ്ടമില്ല. കാരണം നിനിവേ നിവാസികൾ ഇവരുടെ ശത്രുക്കളാണ്. ഇന്ത്യയുടെ ശത്രുക്കളായിട്ട് പാകിസ്ഥാനെ കാണുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എതിർപിടിക്കുന്നതെന്നാണ് ഇവരുടെ ആളുകൾ. അതുകൊണ്ട് ഈ പ്രവാചകൻ അങ്ങോട്ട് പോകാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നു. അതിനുശേഷം തനിക്കുണ്ടായ അനുഭവം ചെന്ന് നിനിവേ നിവാസികളുടെ അവസാനം പറയേണ്ടി വരുമ്പോൾ നിനിവേ നിവാസികളുടെ രാജാവ് ഉൾപ്പെടെ എല്ലാവരും ഉപവസിച്ചു. 40 ദിവസമാണ് അവർക്ക് അവസരം കൊടുത്തത്. അവർ പശ്ചാത്തപിച്ച് വിദ്യാർത്ഥികളായ ആളുകളാണ്. അവർ പശ്ചാത്തപിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം അവരെ ആ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുന്നുണ്ട്. എന്നാൽ ജെറമ്യ പ്രവാചകന്റെ കാലഘട്ടത്തില് ജെറമ്യ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുക യെരൂശലേം നിവാസികളോട്. ഇല്ല എങ്കിൽ യഹൂദന്മാരോട് പറഞ്ഞു, ഇല്ല എങ്കിൽ ദൈവം ഈ ദേവാലയം സോളമൻ രാജാവ് പണിയിച്ച അതിമനോഹരമായ ഈ ദേവാലയം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ പശ്ചാത്തപിക്കാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ട് ക്രിസ്തുവിന് മുൻപ് 587 ആണ്ടില് ബാബിലോണിയൻ ചക്രവർത്തി ബാബിലോണിയക്കാരൻ നെബൂഖദ്നേസറിന്റെ നേതൃത്വത്തിൽ വന്ന് അവിടെ മുഴുവൻ കീഴടക്കുകയും ദേവാലയം നശിപ്പിക്കുകയും അവരെ എല്ലാം ബാബിലോണിയയിലേക്ക് അടിമകളായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആവശ്യമുണ്ട്. സംഭവം നടക്കുന്നുണ്ട്. അതുപോലെയാണ് ഈശോ പറയുക, നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ 2 തരത്തിലുള്ള ശിക്ഷാവിധി വരും. ഒന്ന്, നിങ്ങൾ തന്നെ ശിക്ഷിക്കപ്പെടും ഈ ലോകത്തിൽ വെച്ച്. കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിൽ ആത്മീയമായ ശിക്ഷയുണ്ട്. അങ്ങനെ കർത്താവ് 40 വർഷം അവർക്ക് അവസരം കൊടുത്തു. 30-ാം ആണ്ടിലാണ് ഈശോ ഈ വാണി കൊടുക്കുന്നത്. 40 വർഷം കഴിഞ്ഞ് 70-ാം ആണ്ടില് ടൈറ്റസിന്റെ നേതൃത്വത്തില് റോമൻ പടയാളികൾ വന്ന് അന്നും ഇതുപോലെ തന്നെ തീവ്രവാദികൾ റോമൻ ചക്രവർത്തിക്ക് എതിരായിട്ട് ബഹളം ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ അവരെ അടിച്ചമർത്തുകയും ചെയ്തു. ഏത് സമുദായത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും തീവ്രവാദികൾ ഉണ്ടായാൽ അതിനെ നശിപ്പിച്ചേ കൊണ്ടുപോകും. അത് തന്നെയാണ് ഇവിടെ ജെറുസലേമിൽ നടന്നത്. അങ്ങനെ അവിടെ വന്നപ്പോൾ ജോസെഫീസ് എന്ന് പറയുന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയതനുസരിച്ച് 1.1 ദശലക്ഷം ആളുകളെ ജെറുസലേമിൽ കൊല്ലുകയുണ്ടായി. ഈശോ ഈ വാണി കൊടുത്തിട്ട് മനസ്സാന്തരപ്പെടാത്തവർ ഉണ്ടായതാണ്. 97,000 ആളുകളെ യൂതന്മാർ അടിമകളായിട്ട് പല സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് റോമിലേക്ക് അവർ കൊണ്ടുപോയി. ബാക്കിയുള്ളവരെ ലോകം മുഴുവൻ ചിതറിച്ചു കളഞ്ഞു. അപ്പൊ അതുപോലെ അതിനുശേഷം നമുക്ക് സംഭവിക്കാവുന്നത് മറ്റൊരു ദുരന്തമാണ് നമ്മുടെ നരകവിധി അല്ലെങ്കിൽ അന്ത്യവിധി. അതുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ നശിക്കാതിരിക്കണമെങ്കിൽ മാനസാന്തരപ്പെടുക. ഇനി മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ വെറുതെ പശ്ചാത്തപിക്കുക എന്നുള്ളതല്ല. പശ്ചാത്താപവും മാനസാന്തരവും തമ്മിൽ വ്യത്യാസമുണ്ട്. മാനസാന്തരം എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. പശ്ചാത്താപിക്കുകയും അതോടൊപ്പം തന്നെ കടങ്ങൾ വിട്ടുകയും അതോടൊപ്പം തന്നെ ജീവിതശൈലി മാറ്റുകയും ചെയ്യുക. ഇപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന്, എന്റെ തെറ്റിനെ കുറിച്ച് ഞാൻ പശ്ചാത്തപിക്കണം. ധൂർത്തപുത്രനെ പോലെ, ദൈവമേ പിതാവെ, ഞാൻ അങ്ങേക്കും സ്വർഗത്തിനെതിരായി പാപം ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് ധൂർത്തപുത്രനെ ഏറ്റു പറയുന്നു. അതിനുശേഷം അവൻ പറയുകയാണ്, ഞാൻ ഈ പിതാവിന് വിധേയനായിക്കൊണ്ട്, അങ്ങനെ ഒരു മകനായിട്ടല്ല, ഒരു അടിമയായിക്കൊണ്ട്, ഒരു ജോലിക്കാരനായിക്കൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊള്ളാമെന്ന് പറയുന്നു. പക്ഷേ പിതാവ് അവനെ വാത്സല്യത്തോടെ സ്വന്തം മകന്റെ എല്ലാ അവകാശങ്ങളും കൊടുക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന്, നമുക്കറിയാം, ചുങ്കസ്ഥലത്തിൽ നിന്ന് ചുങ്കം പിരിക്കുന്ന മത്തായി ലേവി. ആ ലേവിയെ പിതാവ് വിളിക്കുമ്പോൾ അവന്റെ സമ്മത മുഴുവൻ കളഞ്ഞു, അവന്റെ തൊഴിൽ കളഞ്ഞു, വരുമാനം കളഞ്ഞു. പൂർണ്ണമായിട്ടും കർത്താവിനെ അനുഗമിച്ചുകൊണ്ട് അവന്റെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുകയാണ്. അതുപോലെ തന്നെയാണ് സാവൂള് പൗലോസായിട്ട് മാറുന്നത്. അതായത് അതുപോലെ താൻ ചെയ്തു പോയ ആ പ്രവൃത്തിക്ക് പരിഹാരമായിട്ട് സഭയെ പീഡിപ്പിച്ചു. അനവധി ക്രൈസ്തവരെ കൊല്ലുകയോ പീഡിപ്പിക്കുകയോ ചെയ്തു. അതിന് പകരമായിട്ട് അദ്ദേഹം തന്നെ സഭയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അതിന് സഭയ്ക്ക് വേണ്ടി സ്വയം ത്യാഗം അർപ്പിച്ച് സഹനത്തിലൂടെ കടന്നു പോവുകയാണ്. പാപിയായിട്ട് നിയമിച്ച അഗസ്തീനോസ് പിന്നീട് മാനസാന്തരം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം വിശുദ്ധമായ ജീവിതം നയിച്ചു. അങ്ങനെ പുരോഹിതനായി, മെത്രാനായി, വേദപണ്ഡിതനായി, വിശുദ്ധനായി പോലും സഭ അംഗീകരിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് സക്കേവൂസിന്റെ ജീവിതം എടുത്താൽ ഒരു മരത്തിന് മുകളിൽ ഇരുന്ന് ഈശോയെ കാണാൻ കാത്തിരുന്ന സക്കേവൂസിനെ കർത്താവ് വിളിച്ചു കഴിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സക്കേവൂസ് തന്റെ പാപത്തെ കുറിച്ച് പശ്ചാത്തലിക്കുക മാത്രമല്ല, അവൻ ചെയ്തതാണ്, കർത്താവെ, ഞാൻ എന്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു.
എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവന് 4 ഇരട്ടി ഞാൻ തിരിച്ചു കൊടുക്കുന്നു. യഹൂദ നിയമപ്രകാരം അതാണ്. ആരുടെയെങ്കിലും പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ, നീ 5000 രൂപ ഒരാളെ പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിഹാരം എന്ന് പറയുന്നത് $20,000 കൊടുക്കണം. അതായത് 4 ഇരട്ടി തിരിച്ചു കൊടുക്കാൻ പരിഹാരം ചെയ്യുന്നത്. അതുകൊണ്ടാണ് സഖ്യവസ് പറയുന്നത്, ഞാൻ ആരുടെയെങ്കിലും ഒക്കെ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി ഞാൻ തിരിച്ചു കൊടുത്തുകൊള്ളാം എന്ന് പറയുമ്പോഴാണ് ഈശോ പറയുന്നത്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു, ഈ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. കാരണം സഖ്യവസിന്റെ പാപത്തിന്റെ ഫലം അനുഭവിച്ച അവന്റെ ജീവിത പങ്കാളി, അവന്റെ മക്കളും ഒക്കെ അതിന്റെ കുറ്റക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ആണ് ഈശോ പറയുക, സഖ്യവസെ നീ രക്ഷ പ്രാപിച്ചിരിക്കുന്നതല്ല, നിന്റെ കുടുംബം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുകയായിരിക്കും നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ചു, സഭയ്ക്കെതിരായിട്ടും മറ്റുള്ളവർക്കെതിരായിട്ടും പ്രവർത്തിക്കുന്നു എന്ന് വരികയാണ്. നിന്റെ കുടുംബവും നീ രക്ഷ പ്രാപിക്കണമെങ്കിൽ പശ്ചാത്തപിക്കണം, മാനസാന്തരപ്പെടണം, ജീവിത ശൈലി മാറ്റണം, കടങ്ങളും പാപങ്ങളും പൊറുക്കണം. മറ്റുള്ളവർക്കെതിരെ അവിഖ്യാതി പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിയിട്ട് നല്ലത് പ്രചരിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് സാമൂഹ്യം ചെയ്തത്. അതില്ല എങ്കിൽ കർത്താവ് പറയുന്നു, ഇതാ നിങ്ങളുടെ മുന്നിലുള്ള ഒരു ശിക്ഷാവിധി നിങ്ങൾക്ക് വരുവാനിരിക്കുന്നു. അതായത് നമ്മുടെ ഒരു നയഗ്ര വെള്ളച്ചാട്ടം ഉണ്ടാകുന്നുണ്ട്. അതിന് മുകളിലൂടെ ഒഴുകി വരുന്ന ഒരു വഞ്ചിയിൽ നമ്മൾ വരികയെന്ന് വിചാരിക്കുക. നമ്മളോട് ആളുകൾ പറയും, കുറച്ചുകൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ നയഗ്ര വെള്ളത്തിന്റെ വെള്ളച്ചാട്ടത്തിൽ ചാടി നീ നശിച്ചു പോകും. പക്ഷേ ഇതൊന്നും ഗൗനിക്കുന്നില്ല എങ്കിൽ നീ നശിക്കും. ഇതാണ് ഈശോ നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് ഈ മുന്നറിയിപ്പ് കൊണ്ടാണ് പറഞ്ഞത്, വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഈ ആള് ഈ കോടാലി എടുത്ത് ഈ മരം വെട്ടാം. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ചുവട്ടില് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇന്നലെ നാളെ അല്ലെങ്കിൽ ഏതാനും വർഷം കഴിയുമ്പോൾ നമ്മളൊക്കെ മരിക്കും. പക്ഷെ അതിനു മുൻപ് നമുക്ക് പശ്ചാത്തപിക്കുവാൻ, പരിവർത്തനം വരുത്തുവാൻ, നഷ്ടപരിഹാരം ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം ചെയ്തില്ലല്ലോ, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തില്ലല്ലോ, എൻ്റെ മക്കൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തില്ലല്ലോ, ഞാൻ സ്വാർത്ഥവതിയായി ജീവിച്ചല്ലോ എന്ന് ഇതിന് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യുവാൻ, പരിവർത്തനം വരുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവത്തിന്റെ കൃപ നമുക്ക് യാചിക്കുകയും ചെയ്യാം.